എല്ലാ കുട്ടികൾക്കും സുഭാഷാറാണ്. കീം NDA JEE ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാം അടുത്ത വർഷം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയാനാണ്. പലരും മിസ്സാക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതും പ്രകാരം നമുക്ക് ഈ എക്സാമിന് അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവാറുമുണ്ട്. അതൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മിക്കവരും +2 കുട്ടികളാണ്. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ +2 കഴിഞ്ഞവരോ അവരായിരിക്കും അടുത്ത വർഷത്തെ എക്സാം എഴുതാൻ ഏകദേശം ഒരു 99% സാധ്യത. നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +2 ആണ്. നിങ്ങൾ ആ +2 പഠിച്ച് എക്സാം വരെ കഴിഞ്ഞിട്ട് എൻട്രൻസിന് പോകുമ്പോൾ നിങ്ങൾ +1 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ നിങ്ങൾ മിസ്സാക്കിയായിരിക്കും പോകുന്നത്. പലരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. കൂടുതലും +2വിനെ പഠിക്കേണ്ടതുകൊണ്ട്. കാരണം നമുക്കൊരു എക്സാം വരാൻ പോയില്ലേ +1ൻ്റെ എക്സാം വളരെ കുറച്ച് പേർക്കേ വരുന്നുള്ളൂ. +2 ആണ് നമുക്ക് മെയിനായിട്ട് എക്സാം. അതുകൊണ്ട് അതിനെ നല്ലതായിട്ട് പഠിക്കുന്നതോറും നിങ്ങൾക്ക് അതിനെക്കുറിച്ചാണ് കൂടുതൽ അറിയാവുന്നത്. പക്ഷേ +1 എന്ന് പറയുന്നത് എൻട്രൻസിന് ഒരു മാറ്റമില്ല. +1ഉം +2ഉം ഒരേ ഈക്വൽ ഇമ്പോർട്ടൻസിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ +1ലെ കാര്യങ്ങൾ മറന്നുപോയതിനാൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അതുകൊണ്ട് ഇപ്പോൾ ഈ കിട്ടുന്ന സമയങ്ങൾ എപ്പോഴൊക്കെ ഫ്രീ കിട്ടുന്നോ അന്നേരം നിങ്ങൾ +1 ചാപ്റ്റേഴ്സ് ടോപ്പിക്സ് എല്ലാം പഠിച്ചോണം. അതും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സുകളെയും ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളെയും കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ വേഗം കുറച്ച് പഠിച്ചുകൊണ്ടെങ്കിൽ എക്സാമിന് ഒരുവിധം പെർഫോം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതിന് ഒരു പ്രയോജനമില്ല. ഒത്തിരി കുട്ടികൾ എഴുതാൻ റെഡിയാണ്. നമ്മളത് ഇപ്പോഴേ മനസ്സുകൊണ്ട് തയ്യാറായില്ലെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ അടുത്ത വർഷമാകുമ്പോൾ കീം എൻട്രൻസിനും NDAയ്ക്കും ഒക്കെ എഴുതാൻ പോകും. പക്ഷെ എല്ലാവരും ചുമ്മാതെ ചുമ്മാതെ കിട്ടിയെങ്കിൽ കിട്ടട്ടെ എന്നുള്ളൊരൊറ്റ ആ സ്ട്രാറ്റജിയിലാണ് പോകുന്നത്. അങ്ങനെയല്ല. ഒത്തിരി കുട്ടികൾ വേറെ പഠിക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ പഠിക്കുന്നവരെ മാത്രം പറയുന്നുള്ളതല്ല, ഒത്തിരി കുട്ടികൾ ഇത് ആവശ്യത്തോടെ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോടൊപ്പം എല്ലാവരും എത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് +2നും പ്രയോജനം ചെയ്യും, ഒരു എൻട്രൻസിനും പ്രയോജനം. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ ഫ്രീ ആയിട്ട് കുറേ സമയങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ കുറച്ച് +1ൻ്റെ ടോപ്പിക്സുകൾ എൻട്രൻസ് മോഡലിലുള്ള ക്വസ്റ്റ്യൻസുകൾ പഠിക്കണം. അല്ലാതെ തീരെ ലോ ലെവൽ ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. എൻട്രൻസ് ലെവലിലുള്ള ഇപ്പോൾ നമുക്ക് സീക്വൻസസ് ആൻഡ് സീരീസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, നെക്സ്റ്റ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ലിമിറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചോളൂ. ഇതൊക്കെ വളരെ ടോപ്പായിട്ടുള്ള ആ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്. ഇവനെയൊക്കെ നിങ്ങൾ കുറച്ച് പഠിച്ച് വെച്ചിട്ട് വേണേ ബാക്കി ചാപ്റ്റേഴ്സുകൾ കളഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മറ്റേ ചാപ്റ്ററുള്ള സ്ട്രെയിറ്റ് ലൈൻസ്. പലരും പഠിക്കാത്തൊരു ചാപ്റ്ററാണ്. കാരണം +1ലെ ഇത്തിരി ടഫായിരുന്നു. പക്ഷേ എൻട്രൻസിലൊക്കെ അവൻ ടോപ്പാണ് കേട്ടോ, ഏറ്റവും മുന്നിലാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സിനെ സെലക്ട് ചെയ്തെങ്കിലും +1ൻ്റെ ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി നല്ല പോലെ പഠിച്ചോണം. ഓക്കെ, +2നെ മാത്രം പഠിച്ചുകൊണ്ട് ഒരിക്കലും ആർക്കും എൻട്രൻസ് കിട്ടില്ല. നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമുണ്ട്, ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോണം. ഓക്കെ, അതൊന്ന് മാത്രം പറയാമെന്നാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ടൈം കളയാതെ പഠിച്ച് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരും. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോട്ട്സുകൾ നമുക്കൊരു മെറ്റീരിയൽ തരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസറുടെ സോൾവ് ചെയ്ത മെറ്റീരിയൽ, പിന്നെ ഇക്വേഷൻ ബുക്കിലെറ്റ് തരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ട മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഷോർട്ട് കട്ട്സുകളൊക്കെ ഇതിനകത്ത് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഈ എക്സാം നല്ല രീതിയിൽ കൂടെ എഴുതാനും പറ്റും. ഓക്കെ, കഴിഞ്ഞ റിസൾട്ടുകളൊക്കെ നമുക്ക് ഒത്തിരി കുട്ടികൾക്ക് നല്ല മുന്നിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് റാങ്ക് ഒന്നും കിട്ടിയിട്ടില്ല, നമ്മളതൊന്നും പറയുന്നില്ല. എന്നാൽ ഏറ്റവും ടോപ്പിൽ മുന്നിൽ ഒത്തിരി കുട്ടികൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നത് ഒട്ടും സമയം കളയാതെ ഇനിയും ഉള്ള കുറച്ച് മാസങ്ങൾ നല്ല രീതിയിൽ കൂടെ ഒന്ന് പഠിക്കാനുള്ള മനസ്സങ്ങോട്ട് സെറ്റാക്കി എടുക്കുക. നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.